Welcome to another video of Push Media. നമസ്കാരം. ഇതൊരു സാധാരണ നേതാവിന്റെ കഥയല്ല. ഇത് 37 വയസ്സുകാരനായ സൈനികനായ ആഫ്രിക്കൻ നായകൻ ഇബ്രാഹിം ട്രോറയുടെ കഥയാണ്. പാശ്ചാത്യ ശക്തികൾക്കെതിരെ പൊരുതുന്ന ഒരു ചെറുപ്പനായ ആഫ്രിക്കൻ പുരോഗമന ചിന്തകന്റെ പ്രഭാവം ലോകം ശ്രദ്ധിക്കുന്നു. ഇബ്രാഹിം ട്രോറെ ജനിച്ചത് 1988-ൽ ബുർക്കിന ഫാസോയിലെ ചെറിയ ഗ്രാമമായ കെറയിലാണ്. സാധാരണ കുടുംബത്തിൽ നിന്ന് വളർന്ന അദ്ദേഹം ജിയോളജിയിൽ ബിരുദം നേടി. ചെറുപ്പം മുതൽ തന്നെ സമൂഹത്തിനായി ജീവിതം സമർപ്പിക്കാനൊരുങ്ങിയ യുവാവ്. 2010-ൽ സൈന്യത്തിൽ ചേർന്ന ഇബ്രാഹിം UN സമാധാന സേനയിൽ മാലിയിൽ സേവനം ചെയ്തു. 2020-ൽ ക്യാപ്റ്റനായി ഉയർന്നു. അദ്ദേഹം തന്റെ നേതൃത്വ പ്രതിഭയും ധൈര്യവും തെളിയിച്ചു. ഇതിൽ നിന്നാണ് ഒരു വിപ്ലവ നായകൻ ഉയർന്നത്. 2022 സെപ്റ്റംബർ ബുർക്കിന ഫാസോയുടെ പ്രസിഡന്റായിരുന്ന ഡാമിബയെ അട്ടിമറിക്കൊണ്ടു മാറ്റി. ഇബ്രാഹിം ട്രോറെ അധികാരത്തിലെത്തി. അദ്ദേഹം പ്രഖ്യാപിച്ചു, ഇനി മുതൽ ഈ രാജ്യം വിദേശ ശക്തികൾ നിയന്ത്രിക്കില്ല, നമ്മുടേതായുള്ള ഭാവി നാം തന്നെ നിർമ്മിക്കും. ഇബ്രാഹിം ട്രോറയെ യുവാക്കൾ പഞ്ചപക്ഷ്യമായും പ്രതീക്ഷയുടെയും പ്രതീകമായും കാണുന്നു. അദ്ദേഹം ഒറ്റപ്പെട്ട രാജ്യത്തിനു വേണ്ടിയല്ല, ആഫ്രിക്കയുടെ ഐക്യത്തിനായാണ് പോരാടുന്നത്. തോമസ് സാങ്കാറയുടെ അതേ പ്രചോദനങ്ങൾ, സ്വതന്ത്രയും നീതിയുമാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യങ്ങൾ. ഇബ്രാഹിം ട്രോറയുടെ നേട്ടങ്ങൾ മാത്രമല്ല, അദ്ദേഹത്തിന്റെ ദൃഷ്ടികോണമാണ് ജനങ്ങളെ ആകർഷിക്കുന്നത്. യുവതലമുറയ്ക്ക് ഒരു അതുല്യമായ മാതൃകയായാണ് അദ്ദേഹം മാറുന്നത്. സ്വയം പ്രേരിതമായ ശുദ്ധമായ നേതൃത്വം, രാഷ്ട്രീയത്തിലെ പ്രതീക്ഷയെന്ന നിലയിൽ. ഇബ്രാഹിം ട്രോറയുടെ ഈ വിചിത്രമായ യാത്ര നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഈ ലോകം മാറ്റുന്ന നായകരെക്കുറിച്ചുള്ള കൂടുതൽ വീഡിയോക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.